ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് ഫേസ്ലെസ് യൂട്യൂബ് ചാനൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവയിൽ മിക്ക ചാനൽസും മോണിറ്റൈസ്ഡ് ആണ്. ഇവരെല്ലാം തന്നെ യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യുന്നുമുണ്ട്. എൻ്റെ ഈ ഒരു ചാനലും ഫേസ്ലെസ് ആയിട്ടുള്ളൊരു ചാനലാണ്. ഇത് മോണിറ്റൈസ്ഡുമാണ്. ഇത് കൂടാതെ എനിക്ക് 2 യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്. രണ്ടും ഫേസ്ലെസ് ആണ്, രണ്ടും മോണിറ്റൈസ്ഡുമാണ്. സോ നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ല. ഫേസ് കാണിക്കാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഒരു ഫേസ്ലെസ് ചാനൽ എങ്ങനെ തുടങ്ങാം, ഒരു ചിലവുമില്ലാതെ ഒരു ഫേസ്ലെസ് ചാനൽ എങ്ങനെ വളർത്തിയെടുക്കാം, അതിൽ നിന്ന് എങ്ങനെ ഏൺ ചെയ്യാം തുടങ്ങിയവയെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഒരു ഫേസ്ലെസ് ചാനൽ തുടങ്ങാൻ നമുക്ക് ക്യാമറയുടെയോ മറ്റ് എക്യുപ്മെന്റ്സിന്റെയോ ഒന്നും ആവശ്യമില്ല. ഫോണിൽ തന്നെ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുകയും വീഡിയോ എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ്, മ്യൂസിക്, സ്റ്റോക്ക് ഫൂട്ടേജ് ഇവയാണ്. ഞാൻ ഉപയോഗിക്കുന്ന നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ആസറ്റ്സ് കിട്ടുന്ന വെബ്സൈറ്റ്സ്, മറ്റ് സോഴ്സസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം. ഫേസ്ലെസ് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ചാനൽ ടോപ്പിക് ചൂസ് ചെയ്യുക എന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫേസ്ലെസ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റിയ കുറച്ച് നീഷ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടെക് വീഡിയോസ്, റിവ്യൂ, അൺബോക്സിംഗ്, ട്രാവൽ തുടങ്ങിയവയെല്ലാം തന്നെ നമുക്ക് ഫേസ്ലെസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിലെല്ലാം നമുക്ക് തുടക്കത്തിൽ കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതല്ലാതെയുള്ള നമുക്ക് ഫ്രീ ആയിട്ട് തുടങ്ങാൻ പറ്റിയ ചാനൽ ഐഡിയയാണ് ഞാനിവിടെ പറയുന്നത്. ഒന്നാമത്തെ ചാനൽ ഐഡിയ ട്യൂട്ടോറിയലാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെയോ ഒക്കെ ട്യൂട്ടോറിയൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഫേസ്ലെസ് ചാനൽ തുടങ്ങാവുന്നതാണ്. അതായത് ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, അനിമേഷൻ അല്ലെങ്കിൽ MS ഓഫീസ് ഇതുപോലെയുള്ള എന്തുമായിക്കൊള്ളട്ടെ, ഇതിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഈസി ആയിട്ട് തുടങ്ങാവുന്ന ഒരു ചാനൽ ഐഡിയയാണിത്. സ്ക്രീൻ റെക്കോർഡർ അല്ലെങ്കിൽ OBS ഒക്കെ യൂസ് ചെയ്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് നല്ല രീതിയിൽ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു സെർച്ച് ബേസ്ഡ് കണ്ടന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കണ്ടന്റിൽ നിന്ന് നല്ല രീതിയിൽ വ്യൂസ് ലഭിക്കും. യൂട്യൂബിൽ സക്സസ് ആയ ഒരുപാട് യൂട്യൂബ് ചാനൽ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചാനലാണിത്. FCP സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ആണ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. 2 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 277 വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ വീഡിയോസ് ഒക്കെ നോക്കിയാൽ കാണാം, ഇതെല്ലാം തന്നെ ഫേസ്ലെസ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. സ്റ്റോക്ക് ഫൂട്ടേജ് ഉപയോഗിച്ചാണ് ട്യൂട്ടോറിയൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫേസ്ലെസ് ആയിട്ടുള്ളൊരു ചാനൽ തുടങ്ങാവുന്നതാണ്. രണ്ടാമത്തെ ഫേസ്ലെസ് ചാനൽ ഐഡിയ കുക്കിംഗ് ആണ്. കുക്കിംഗ് വീഡിയോസിൽ നമുക്ക് ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ല. ഫോൺ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ വിഷ്വൽസ് ഷൂട്ട് ചെയ്ത ശേഷം നമുക്ക് വോയിസ് ഓവർ കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ളൊരു ഫേസ്ലെസ് ചാനൽ നമുക്ക് നോക്കാം. ഓക്കെ, ഫേസ്ലെസ് ആയിട്ടുള്ളൊരു കുക്കിംഗ് ചാനലാണിത്. 9 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മലയാളം ചാനൽ കൂടിയാണിത്. വിഷ്വൽസ് ഷൂട്ട് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടുള്ളൊരു ചാനലാണിത്. പോപ്പുലർ വീഡിയോസ് ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാം മില്യൺസ് ഓഫ് വ്യൂസ് ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് ഫേസ്ലെസ് കുക്കിംഗ് ചാനൽ നമുക്ക് മലയാളത്തിൽ തന്നെ കാണാൻ സാധിക്കും. കുക്കിംഗ് വീഡിയോസ് ഒരു എവർഗ്രീൻ കണ്ടന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ നമുക്ക് കൂടുതൽ വ്യൂസ് നേടാനാകും. അപ്പോൾ നമുക്ക് ഫേസ്ലെസ് ആയിട്ട് ഒരു കുക്കിംഗ് ചാനലും തുടങ്ങാവുന്നതാണ്. മറ്റൊരു ചാനൽ ഐഡിയ മോട്ടിവേഷൻ വീഡിയോസ് ആണ്. ഇതൊരു മികച്ച ചാനൽ ഐഡിയ ആണ്. യൂട്യൂബിൽ ഇത്തരം വീഡിയോസിന് നല്ല റീച്ച് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മോട്ടിവേഷൻ വീഡിയോസ് നമുക്ക് ഫേസ് കാണിക്കാതെയും ചെയ്യാൻ സാധിക്കും. സ്റ്റോക്ക് ഫൂട്ടേജ് ഉപയോഗിച്ച് നമുക്ക് വോയിസ് കൊടുത്തതിന് ശേഷം വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് അതുപോലെയുള്ളൊരു യൂട്യൂബ് ചാനലാണ്. ഇതൊരു മലയാളം ചാനൽ കൂടിയാണ്. 6 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളൊരു ചാനലാണ്. ഇതിലെ വിഷ്വൽസ് ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാം, ഇതെല്ലാം സ്റ്റോക്ക് ഫൂട്ടേജ് ആണ്. കൂട്ടത്തിൽ വോയിസ് കൂടി ആഡ് ചെയ്താണ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോട്ടിവേഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ രീതിയിലുള്ളൊരു ഫേസ്ലെസ് ചാനൽ തുടങ്ങാവുന്നതാണ്. മറ്റൊരു ഫേസ്ലെസ് ചാനൽ ഐഡിയ ഡോക്യുമെന്ററി ആണ്. ഫേസ്ലെസ് ചാനൽ തുടങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് നീഷാണിത്. ഈ ഒരു ചാനൽ ഐഡിയയിൽ തന്നെ കുറെ സബ് കാറ്റഗറി വരുന്നുണ്ട്. ഹിസ്റ്ററി, ബിസിനസ്, ജിയോഗ്രഫി തുടങ്ങിയവയെല്ലാം തന്നെ ഡോക്യുമെന്ററി രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് അതുപോലെയുള്ളൊരു ചാനലാണ്. ഹിസ്റ്ററി വീഡിയോസ് ആണ് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കോപ്പിറൈറ്റ് വരാത്ത രീതിയിലുള്ള ഇമേജസും ഫൂട്ടേജസും ഒക്കെ ഉൾപ്പെടുത്തി വോയിസ് ഓവർ കൊടുത്താണ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പോപ്പുലർ വീഡിയോസ് നോക്കിയാൽ നമുക്ക് കാണാം കുറേ വീഡിയോസിന് മില്യൺസ് ഓഫ് വ്യൂസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഫേസ്ലെസ് ചാനലിൽ ഈ ഒരു കണ്ടന്റ് വളരെ മികച്ചതാണ്. ഇതൊരു എവർഗ്രീൻ കണ്ടന്റ് കൂടിയാണ്. യാതൊരു ചെലവുമില്ലാതെ തുടങ്ങാൻ പറ്റിയൊരു ചാനൽ ഐഡിയ കൂടിയാണിത്. അടുത്തൊരു
ഫേസ്ലെസ് ആയിട്ടുള്ള ചാനൽ ഐഡിയ മൂവീസ് റിവ്യൂ ആണ്. ഞാൻ പറയുന്നത് പുതിയ മൂവീസിന്റെ റിവ്യൂവിന്റെ കാര്യമല്ല. ഓൾഡ് മൂവീസ്, ഹോളിവുഡ് മൂവീസ് അല്ലെങ്കിൽ കൊറിയൻ മൂവീസ് തുടങ്ങിയവയുടെയൊക്കെ റിവ്യൂ നമുക്ക് മലയാളത്തിൽ ഫേസ്ലെസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. മലയാളത്തിൽ ഇതുപോലത്തെ ഒരുപാട് ചാനൽസ് നമുക്ക് കാണാൻ സാധിക്കും. മൂവീസിന്റെ കുറച്ച് സീൻസ് ഒക്കെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തി വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് അതുപോലെയുള്ളൊരു ചാനലാണ്. കൊറിയൻ മൂവീസ് അതുപോലെ തന്നെ ഹോളിവുഡ് മൂവീസിന്റെ ഒക്കെ സമ്മറി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചാനലാണിത്. ഫേസ് കാണിക്കാതെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടുള്ളൊരു ചാനലാണിത്. മൂവിയുടെ വളരെ കുറച്ച് ഭാഗങ്ങളും സ്ക്രീൻഷോട്ട്സും ഒക്കെയാണ് വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ടോപ്പ് വീഡിയോസ് ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാം മില്യൺസ് ഓഫ് വ്യൂസ് ആണ് അതിനൊക്കെ ലഭിച്ചിട്ടുള്ളത്. ഇതൊരു നല്ല ഫേസ്ലെസ് ആയിട്ടുള്ള ചാനൽ ഐഡിയ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 5 ചാനൽ ഐഡിയാസും മൊബൈലും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാവുന്ന ചാനലുകളാണ്. ഇത് മാത്രമല്ല കോപ്പിറൈറ്റ് ഇഷ്യൂ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാവുന്ന കണ്ടന്റ് കൂടിയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ ചാനൽസ് എല്ലാം തന്നെ സ്റ്റോക്ക് ഫൂട്ടേജും അല്ലെങ്കിൽ ഇമേജസ് ഒക്കെ ഉൾപ്പെടുത്തി വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന ചാനൽ ഐഡിയാസ് ആണ്. ഇതുകൂടാതെ ലക്ഷറി, പേഴ്സണൽ ഫിനാൻസ്, സ്പോർട്സ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയവയിലെല്ലാം തന്നെ നമുക്ക് ഫേസ് കാണിക്കാതെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഫേസ്ലെസ് യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന 2 കാര്യമാണ്. ഒന്ന് റീയൂസ്ഡ് കണ്ടന്റും ഒന്ന് കോപ്പിറൈറ്റ് ഇഷ്യൂവും. റീയൂസ്ഡ് കണ്ടന്റ് തുടക്കത്തിൽ തന്നെ ചാനലിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. അതായത് യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുക. ഇനി കോപ്പിറൈറ്റിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരുടെ വീഡിയോ, ഓഡിയോ, ഇമേജ് ഒക്കെ ഉപയോഗിച്ചാൽ കോപ്പിറൈറ്റ് ക്ലെയിം, സ്ട്രൈക്ക് തുടങ്ങിയവ നമ്മുടെ ചാനലിൽ വരും. കോപ്പിറൈറ്റ് ഇഷ്യൂ ഒഴിവാക്കാനായിട്ട് നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഇമേജസും മ്യൂസിക്കും ഒക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കുറെ നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള അസറ്റ്സ് കിട്ടുന്ന സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഓഡിയോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കാം. യൂട്യൂബിൽ NCS എന്നൊരു ചാനലുണ്ട്. ഇത് നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് കിട്ടുന്നൊരു ചാനലാണ്. 1600 മ്യൂസിക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ല ഓപ്ഷനാണ്. നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഓഡിയോ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തൊരു ഓപ്ഷൻ YT ഓഡിയോ ലൈബ്രറിയാണ്. നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ മ്യൂസിക് ലഭിക്കും. അതായത് യൂട്യൂബിന്റെ ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിനായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത ശേഷം ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് നമുക്ക് ഓഡിയോ ലൈബ്രറി എന്ന് കാണാം. ഇത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരുപാട് മ്യൂസിക് കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ചില മ്യൂസിക്കിലൊക്കെ ആട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. അത് നോക്കി വേണം സെലക്ട് ചെയ്യാൻ. മുകളിലായിട്ട് ഒരു ഫിൽറ്റർ ഓപ്ഷൻ കൂടി ഉണ്ട്. ഇതിൽ ഫിൽറ്റർ ആഡ് ചെയ്ത് നമുക്ക് മ്യൂസിക് സെലക്ട് ചെയ്യാവുന്നതാണ്. മ്യൂസിക് മാത്രമല്ല, ഇതിൽ നിന്ന് നമുക്ക് സൗണ്ട് എഫക്ട്സും കിട്ടും. മ്യൂസിക്കിന്റെ അപ്പുറത്തായിട്ട് നമുക്ക് സൗണ്ട് എഫക്ട്സ് എന്ന് കാണാം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരുപാട് സൗണ്ട് എഫക്ട്സ് കാണാൻ സാധിക്കും. ഇതും നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടുന്ന കുറേ ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തേത് പിക്സാബൈ ആണ്. പിക്സാബൈ എന്നൊരു വെബ്സൈറ്റ് ആണ്. ഇതിലൂടെ നമുക്ക് നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കും. വീഡിയോസ് മാത്രമല്ല, നമുക്കിവിടെ കാണാം ഫോട്ടോസ്, ഇലുസ്ട്രേഷൻസ്, വെക്ടേഴ്സ്, വീഡിയോസ്, മ്യൂസിക്, സൗണ്ട് എഫക്ട്സ് തുടങ്ങിയവയെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ഇത് കൂടാതെ സെർച്ച് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്കും ലഭിക്കും. ഇവിടെ കാണുന്ന മ്യൂസിക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഞാൻ ഇതിൽ നിന്നാണ് മ്യൂസിക് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് മ്യൂസിക് സെലക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ലൈസൻസ് കൂടി നോക്കേണ്ടതാണ്. പിക്സാബയുടെ മറ്റ് പോളിസിയും കൂടി ചെക്ക് ചെയ്യുക. ചിലതിലൊക്കെ നമുക്ക് ആർട്ടിസ്റ്റിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന് ആവശ്യമായ സൗണ്ട് എഫക്ട്സും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ഒരുപാട് സൗണ്ട് എഫക്ട്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതും നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. റോയാലിറ്റി ഫ്രീ ആയിട്ട് വീഡിയോസ് കിട്ടുന്ന മറ്റൊരു സൈറ്റാണ് പെക്സൽസ്. ഇതിൽ നിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസും ലഭിക്കും. വീഡിയോസ് ആണ് വേണ്ടതെങ്കിൽ സെർച്ച് ബാറിൽ വീഡിയോ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമായ കീവേഡ് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യാം. ഞാനിവിടെ C എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരുപാട് റിസൾട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ റെസൊല്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കും. 4K റെസൊല്യൂഷൻ വരെ നമുക്കിവിടെ ലഭിക്കും. ഈ റെസൊല്യൂഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് അസറ്റ്സ് കിട്ടുന്ന ഒരു സൈറ്റാണ് മിക്സ്കിറ്റ്. ഈ ഒരു സൈറ്റിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് വീഡിയോ, മ്യൂസിക്, സൗണ്ട് എഫക്ട്സ്, വീഡിയോ ടെംപ്ലേറ്റ്സ് തുടങ്ങിയവയെല്ലാം നമുക്ക് കിട്ടും. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ലഭിക്കും. ഇതെല്ലാം നമുക്ക്
സെലക്ട് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് സെർച്ച് ബാറിൽ ഓരോ കാറ്റഗറിയും സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിൽ മറ്റൊരു പ്രത്യേകത, ഇതിൽ വീഡിയോ ടെംപ്ലേറ്റ്സ് കിട്ടും. ഓരോ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന്റെയും പ്രത്യേകം ടെംപ്ലേറ്റ്സ് നമുക്ക് ഇവിടെ ലഭിക്കും. പ്രീമിയർ പ്രോ, ഡാവിഞ്ചി, FCP, ആഫ്റ്റർ എഫക്ട്സ് തുടങ്ങിയവയുടെ എല്ലാം ടെംപ്ലേറ്റ്സ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. ഈ സൈറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ അസറ്റ്സ് യൂസ് ചെയ്യുമ്പോഴും ഇതിന്റെ ലൈസൻസ് ഒന്ന് ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് ഒക്കെ ആവശ്യമെങ്കിൽ അത് കൊടുത്തിരിക്കണം. ഞാൻ ഈ പറഞ്ഞവയെല്ലാം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്രീ ആയിട്ട് ഇമേജ് കിട്ടുന്ന കുറച്ച് സോഴ്സസ് കൂടി നോക്കാം. അതായത് ഫേസ്ലെസ് ചാനലിൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനും മറ്റുമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ കിട്ടാനുമുള്ള വെബ്സൈറ്റ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഫ്രീ പിക്ക് ആണ്. ഈ ഫ്രീ പിക്ക് എന്ന വെബ്സൈറ്റ് ആണ് ഞാൻ സാധാരണയായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജിനും തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇമേജിനുമൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഫോട്ടോസ് മാത്രമല്ല, വീഡിയോസ്, ഫോട്ടോഷോപ്പ് PSD ടെംപ്ലേറ്റ്സ്, വെക്ടേഴ്സ്, ഐക്കൺസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ ലഭിക്കും. ഇതിലും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കാറ്റഗറി സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് ഫ്രീ ആയിട്ട് മാത്രമല്ല, പ്രീമിയം ആസറ്റ്സ് നമുക്ക് പേ ചെയ്തും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫ്രീ ഇമേജ് കിട്ടുന്ന മറ്റൊരു ഓപ്ഷൻ അൺസ്പ്ലാഷ് ആണ്. അൺസ്പ്ലാഷ് എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് ഫോട്ടോസ് മാത്രമേ ലഭിക്കുകയുള്ളൂ, വീഡിയോസ് കിട്ടില്ല. പിന്നെ ടെക്സ്റ്റേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് തുടങ്ങിയവയും ലഭിക്കും. ഇതിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് സെർച്ചിലൂടെ കണ്ടുപിടിച്ച് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഹൈ ക്വാളിറ്റി റെസൊല്യൂഷനും അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ ഫ്രീ ആയിട്ടുള്ള അസറ്റ്സിന്റെയും സോഴ്സ് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒരു ഫേസ്ലെസ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അത്യാവശ്യമായിട്ട് വേണ്ട മറ്റൊന്നാണ് ഒരു വോയിസ് റെക്കോർഡർ. കാരണം ഫേസ്ലെസ് ചാനലിൽ ഓഡിയോയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിനായിട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ലെക്സിസ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷനും ഉപയോഗിക്കാം. കൈൻമാസ്റ്റർ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ്, പക്ഷേ ഇതിൽ ഹൈ ക്വാളിറ്റിയിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാനും സാധിക്കും. നിങ്ങൾ PC ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒഡാസിറ്റി എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. ഒഡാസിറ്റി വിൻഡോസിലും മാക്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓഡിയോ റെക്കോർഡ് ചെയ്യാനും അത്യാവശ്യം നന്നായിട്ട് എഡിറ്റ് ചെയ്യാനും സാധിക്കും. ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഡാവിഞ്ചി റിസോൾവ് ഉപയോഗിച്ചാണ്. ഇതും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. PC ഉപയോഗിക്കുന്നവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. മൊബൈലിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കൈൻമാസ്റ്റർ, VN വീഡിയോ എഡിറ്റർ, ഫിൽമോറ ഗോ തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെയുള്ളത് തംബ്നെയിലാണ്. ഫേസ്ലെസ് ചാനലിൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീ പിക്കിൽ നിന്ന് ഇമേജ് യൂസ് ചെയ്യാവുന്നതാണ്. തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് PCയിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു സോഫ്റ്റ്വെയർ ജിംബ് ആണ്. ഏകദേശം ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയും ഇതിൽ ചെയ്യാൻ സാധിക്കും. ഇത് ഫ്രീ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അതല്ലെങ്കിൽ ക്യാൻവ യൂസ് ചെയ്യാം. ഇതിൽ അത്യാവശ്യം പ്രീസെറ്റ്സും ടെംപ്ലേറ്റ്സും ഒക്കെ അവൈലബിൾ ആണ്. ക്യാൻവയിൽ നമുക്ക് ചാനലിന്റെ ലോഗോയും ബാനറും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഫോണിൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പിക്സൽ ലാബ് നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. ഇതിലും ലോഗോയും ബാനറും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ സ്നാപ്സീഡ് ഒരു നല്ല ഓപ്ഷനാണ്. ഇനി നമുക്ക് ഫേസ്ലെസ് ചാനലിലൂടെ എങ്ങനെ ഏൺ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ രീതിയിൽ കോപ്പിറൈറ്റ് കണ്ടന്റ്, അതുപോലെ തന്നെ റീയൂസ്ഡ് കണ്ടന്റ് തുടങ്ങിയവയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഫേസ്ലെസ് ചാനൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കും. ഫേസ്ലെസ് ചാനലിൽ നമ്മുടെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടായിരിക്കണം. വോയിസ് ഓവർ ആഡ് ചെയ്തിരിക്കണം. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റി വീഡിയോയിൽ ഉണ്ടായിരിക്കണം. റീയൂസ്ഡ് കണ്ടന്റിനെ പറ്റി ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. 4000 വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസ് ചെയ്ത് ആഡ്സിലൂടെ നമുക്ക് ഏൺ ചെയ്യാവുന്നതാണ്. ചാനൽ നല്ല രീതിയിൽ വളർത്തിയെടുത്ത ശേഷം സ്പോൺസർഷിപ്പിലൂടെയും അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് തുടങ്ങിയവയിലൂടെയെല്ലാം നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫേസ്ലെസ് ചാനൽ എങ്ങനെ തുടങ്ങാമെന്നും എങ്ങനെ അത് വളർത്തിയെടുക്കാമെന്നും എങ്ങനെ അതിൽ നിന്ന് ഏൺ ചെയ്യാമെന്നുമൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഫേസ്ലെസ് ചാനലിൽ ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ രീതിയിലൊരു ഫേസ്ലെസ് ചാനൽ തുടങ്ങാവുന്നതാണ്. യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നറിയാൻ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുക.